കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അടിമാലി ഡിവിഷനിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. സിദ്ദിഖ് നന്ദി രേഖപ്പെടുത്തി. അടിമാലി ഡിവിഷനിലെ ടൂറിസം, ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ വരും വർഷങ്ങളിൽ വിപുലമായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടിമാലി ഡിവിഷനിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. സിദ്ദിഖ് നന്ദി രേഖപ്പെടുത്തി. അടിമാലി ഡിവിഷനിലെ വികസനത്തിനായി വരും വർഷങ്ങളിൽ വിപുലമായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിമാലി ഡിവിഷനിൽ നിന്നും വളരെ വലിയ ഭൂരിപക്ഷം നൽകി എന്നെ തെരഞ്ഞെടുത്ത അടിമാലിയിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാഗ്യം കൊണ്ട് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അടിമാലിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിമാലി ഡിവിഷനിലെ ടൂറിസം, ഗതാഗതം, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്യാൻ ലക്ഷ്യമിടുന്നതെന്നും അടിമാലി ഡിവിഷനിലെ ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് വരും 5 വർഷക്കാലം പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടൂറിസം രംഗത്തും അതേപോലെ തന്നെ ഗതാഗത രംഗത്തും കാർഷിക മേഖലയിലും ആദിവാസി ഉന്നതികളിലേക്കുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള ഗതാഗത രംഗത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനവും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ പരിപോഷണവും നമുക്ക് ഈ ഡിവിഷൻ്റെ കീഴിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. നമുക്ക് നിരവധിയായിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അടിമാലി വെള്ളച്ചാട്ടം, ചീയപ്പാറ, വാളറ, പെട്ടിമുടി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകും. ഇത് അടിമാലിയുടെ വ്യാപാര മേഖലയ്ക്കും വലിയ ഗുണകരമാകും. കാർഷിക മേഖലയിലേക്കും ആദിവാസി മേഖലകളിലേക്കുമുള്ള റോഡുകളുടെ നവീകരണത്തിന് മുൻഗണന നൽകും. ഡിവിഷനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനവും ആരോഗ്യ മേഖലയുടെ പരിപോഷണവും മുന്നോട്ടു പോകുമ്പോൾ പരിഗണിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്നും ടി.എസ്. സിദ്ദിഖ് പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതൽ അടിമാലിക്കാർക്ക് സുപരിചിതമായ മുഖം പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടിമാലി ഡിവിഷനിൽ നിന്നും മത്സരിക്കുവാൻ അവസരവും ലഭിച്ചു. തുടർന്ന് വലിയ ഭൂരിപക്ഷമായ 6500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആദ്യമായാണ് അടിമാലിയിൽ നിന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ അടിമാലിയുടെ വികസനത്തിന് വലിയ മാറ്റം കൈവരിക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.